ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പെസഹ ആചരണം നസ്രാണി വീടുകളിൽ, അത് ബുഖറ എന്ന് പറഞ്ഞ ദിവ്യകാരുണ്യ അപ്പമാണോ, കൽത്തപ്പമാണോ, ഇൻട്രിയപ്പമാണോ, ഏതാണ് നസ്രാണി വീടുകളിലെ പെസഹായ അപ്പം അല്ലെങ്കിൽ കുരിശപ്പം ആണോ? അത് പുളിപ്പില്ലാത്ത അപ്പമാണോ, പുളിപ്പുള്ള അപ്പമാണോ? ഇനി ആരെങ്കിലൊക്കെ മരിച്ചാൽ എത്ര തലമുറകൾ വരെയാണ് ഈ പുല നിലനിൽക്കുക? ആരൊക്കെ മരിച്ചാൽ ഈ പുല നിലനിർത്തണം? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. ഇന്നലെ ഈശോയുടെ പെസഹായെക്കുറിച്ചുള്ള വീഡിയോ, അന്ത്യത്താഴത്തെക്കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞപ്പോൾ ചിലർ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പല സംശയങ്ങൾ ചോദിച്ചു. അപ്പം ഞങ്ങൾ പുളിപ്പുള്ളപ്പം ഉണ്ടാക്കണോ, പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണോ? അപ്പം എനിക്കാകെ സംശയമായി, ഇതെന്താ ഇങ്ങനെ ചോദ്യങ്ങൾ? ഞാൻ പലർക്കും മറുപടി കൊടുത്തു. മൽക്കായെക്കുറിച്ച് ഞാൻ പറഞ്ഞേക്ക് 2 വീഡിയോസ് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ, അത് കാണുക എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് എന്നോട് ചിലർ വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടു. ഈ കമൻറ്റ് ബോക്സിൽ വന്നപ്പോഴേക്കും മുഴുവൻ മനസ്സിലായില്ല. അവർക്ക് ഞാൻ ഇട്ട മറുപടി ഇങ്ങനെ ഹേർട്ടിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആ പൊരുൾ. പിന്നീട് എനിക്ക് മനസ്സിലായത്, പലരും എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടപ്പോഴാണ് നിങ്ങൾ ചോദിച്ചത് എന്ത് അർത്ഥത്തിലാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ആ ചോദിച്ചവർ ഞാൻ മറുപടി ഇട്ടത് നിങ്ങൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പത്തെക്കുറിച്ച് ചോദിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൽക്കയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ കാണാൻ പറഞ്ഞത്. അതല്ല നിങ്ങൾ ചോദിച്ചതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിച്ച ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ, നസ്രാണി വീടുകളിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ് പെസഹ ആചരണം. ലോകത്ത് മറ്റൊരു സഭയിലും ഇല്ലാത്തതാണ്. കേരളത്തിലെയും ഭാരതത്തിലെയും ലോകത്ത് തന്നെ നസ്രാണി കുടുംബങ്ങൾ മാത്രമുള്ള ഒരു വിശേഷപ്പെട്ട തനത് ആചാരം, വിശുദ്ധ പാരമ്പര്യമാണ് വീടുകളിലെ പെസഹ ആചരണം. അപ്പോൾ ഇതിന് സോഴ്സസ് എവിടെയാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, എന്തുമാത്രം ഇതിന് പൗരാണികതയുണ്ട്, ഇതെല്ലാം അവർ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് പെസഹ ആചരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2013 ആലുങ്കൽ എസ് ജി ജെ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്, പെസഹ സെലിബ്രേഷൻ ഓഫ് നസ്രാണീസ്, എ സോസിയോ കൾച്ചറൽ അനാലിസിസ്, ജേണൽ ഓഫ് ഇൻഡോ ജുഡായിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണലിൽ വന്നിരിക്കുന്ന ലേഖനമാണ് 2013. അതിൽ 57 മുതൽ 71 വരെയുള്ള പേജുകളിൽ ഇതേക്കുറിച്ച് ചെറിയ സൂചനകളുണ്ട്. ക്രൈസ്തവ ശബ്ദകോശം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് നമ്മുടെ ജോർജ് കുരുക്കുറച്ചൻ്റെ. ഇതിനകത്ത് രണ്ട് എൻട്രികളുണ്ട്. ഒന്ന് ഇൻട്രിയപ്പം അല്ലെങ്കിൽ ഇൻഡറിയപ്പം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒന്ന്. പിന്നൊന്ന് കൽത്തപ്പം അല്ലെങ്കിൽ ഗൽത്തപ്പം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു സോഴ്സാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട സോഴ്സാണ്. കുരുക്കുറച്ചൻ്റെ ഈ പുസ്തകം POCൽ നിന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്. ഇത് പ്രസിദ്ധപ്പെടുത്തിയത് 2002. പക്ഷേ ഇത് വളരെ ആധികാരികമായ ഒരു പുസ്തകമാണിത്. പിന്നെ 2010 ചവറപ്പുഴ ജെയിംസ് അച്ഛൻ്റെ ഒരു ബ്ലോഗ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 1981 റവറൻ ഡോക്ടർ ജേക്കബ് വെള്ളിയാൻ, അദ്ദേഹം എൻ്റെ പ്രൊഫസറായിരുന്നു. 1981 അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്, ഇൻഡറിയപ്പം മുറിക്കൽ ഇടവകപ്പള്ളിയിലോ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ നിങ്ങൾക്കറിയാം ലിറ്റർജിയെക്കുറിച്ചുള്ള ഒരു നിഘണ്ടു അല്ലെങ്കിൽ വിജ്ഞാനകോശം പറയാവുന്ന ഒരു പുസ്തകവും അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാനും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേരൊന്നും തുണ്ടെന്നൊക്കെ അറിഞ്ഞുകൂടാ. ചില തൃശ്ശൂർ സൈഡിലുള്ള പാരമ്പര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എനിക്കറിയാവുന്ന പാരമ്പര്യങ്ങൾ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഈ ഉറവിടങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ 15ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ വീട്ടിൽ താമസിക്കാറില്ല. അത് എത്രയൊക്കെ എൻ്റെ അപ്പൻ മരിച്ച ദിവസം രാത്രി പോലും ഞാൻ വീട്ടിൽ താമസിച്ചിട്ടില്ല. എനിക്കതൊരു പ്രയാസമുള്ള സംഗതിയാണ്. കാരണം എൻ്റെ മനസ്സിൽ ബൈബിളും വചനവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും വീട്ടിൽ താമസിക്കാൻ എനിക്ക് വല്ലാത്ത പ്രയാസമായതുകൊണ്ട് ഞാൻ വീട്ടിൽ താമസിച്ചിട്ടില്ല. 15 വയസ്സിന് മുമ്പ് 13ാമത്തെ വയസ്സിലൊക്കെ ഞാൻ തിരക്കായിരുന്നു. രാഷ്ട്രീയത്തിലായിട്ടും പിന്നെ ഇഷ്ടീപടുത്ത് പണിക്ക് പോക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വീട്ടിലത്തെ പാരമ്പര്യങ്ങളും നമ്മുടെ വീടുകളിലെ പാരമ്പര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ പിന്നെ സുറിയാനി പാരമ്പര്യം, ഞാൻ സുറിയാനി പണ്ഡിതനല്ല, ബൈബിളാണ് എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്നത്. സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ച് അറിയാവുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് അറിവുള്ളവർ തിരുത്തണം. നിങ്ങൾ ഓരോരുത്തരും വീട്ടിലെ പാരമ്പര്യം അനുസരിച്ചല്ല തിരുത്തേണ്ടത്. അങ്ങനെ അതൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾക്കും തിരുത്താം, ആർക്കും തിരുത്താം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഉദയംപേര് സൂനോദോസിൻ്റെ കാനോനുകളിൽ ഈ വീട്ടിലെ പെസഹ ആചരണത്തെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അതായത് വീടുകളിൽ നടന്നിരുന്ന ആ പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നുകിൽ ഈ വിദേശികൾക്ക്, പോർച്ചുഗീസുകാർക്ക്
അറിവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് അവരെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഉദയംബർ സൂനദോസിന്റെ കാനോനകളിൽ മറ്റെല്ലാം തിരുത്തി ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യണേ, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളത് നെസ്റ്റോറിയനാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നമ്മളെല്ലാം നെസ്റ്റോറിയനാണെന്ന് മുദ്ര കുത്തിയിട്ട് നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞതാണ് ഈ ഉദയംബർ സൂനദോസ്. അപ്പോൾ പക്ഷേ അവിടെ ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഒന്നുകിൽ അവർക്ക് അറിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പണ്ട് എല്ലാ ദിവസവും കുർബാനയില്ല. നമുക്കാണെങ്കിൽ വിവാഹിതരായ, അതായത് കല്യാണം കഴിച്ചവർ വൈദികരുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് കുർബാന. അപ്പോൾ ഞായറാഴ്ചകളിൽ കുർബാനയുണ്ടെങ്കിൽ അച്ഛൻ ഭാര്യയുടെ കൂടെ കിടക്കാതെ പള്ളിയിൽ വന്ന് കിടക്കണമെന്നൊക്കെയാണ് അങ്ങനെ രീതികളൊക്കെ. അപ്പോൾ എന്നും കുർബാനയില്ല, ഞായറാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലെ ഭദ്രത എന്നാണ് പറയുന്നത് വിശ്വാസം അനുസരിച്ചുള്ള ആചാരങ്ങൾ, തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ആചാരങ്ങൾ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു, വികാരിച്ചനെ കേന്ദ്രീകരിച്ചല്ല. അക്കാലത്താണെങ്കിൽ വികാരിച്ചനും കുടുംബമുണ്ട്. അപ്പോൾ വികാരിച്ചനെ കേന്ദ്രീകരിച്ചല്ല നമ്മളെ വിശ്വാസം നിലനിന്നിരുന്നത്, മറിച്ച് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ്. കുടുംബമാണ് വിശ്വാസത്തിൻ്റെ ആണെങ്കിലും സ്നേഹത്തിൻ്റെ ആണെങ്കിലും ആദ്യത്തെ പള്ളിക്കൂടം. അപ്പനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് വികാരിച്ചനും ഏത് ടീച്ചറും. അപ്പോൾ അപ്പനും അമ്മയും പകർന്നു കൊടുക്കാത്ത, അല്ലെങ്കിൽ കാരണവന്മാർ പകർന്നു കൊടുക്കാത്ത വിശ്വാസത്തിന് അടിത്തറ, അതായത് ബലം ഉണ്ടാവില്ല. അപ്പോൾ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ്. സുറിയാനിലുള്ള പ്രാർത്ഥനകൾ പഴമക്കാർക്ക് കാണാപാഠമായിരുന്നു. ആദിമസഭയിൽ അങ്ങനെയായിരുന്നല്ലോ. ഈ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെടുന്നത് 60-കൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ 33 കർത്താവ് മരിച്ചിട്ട് ഈ 60 വരെ അല്ലെങ്കിൽ 65 വരെ എന്തായിരുന്നു സുവിശേഷം? വാമൊഴിയാണ്. പൗലോസിന്റെ ആദ്യത്തെ ലേഖനം 51 എഴുതുന്നത്. 33 കർത്താവ് മരിച്ചേ. അപ്പോൾ ഈ ഇത്രയും കൊല്ലം, 17 കൊല്ലം എന്തായിരുന്നു തിരുവചനം? വാമൊഴിയാണ്. ഈ എഴുതപ്പെട്ട വചനം മാത്രമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റന്റുകാർ പറഞ്ഞ് നടക്കുന്നില്ലേ, സോള സ്ക്രിപ്തൂര. വിവരമില്ലാഞ്ഞിട്ടാണ്. ആദിമസഭ എങ്ങനെയാണ് നിലനിന്നെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. വാമൊഴിയായിട്ടാണ്, കാണാപാഠം പഠിച്ചിട്ടാണ്. കാണാപാഠം എന്ന് വെച്ചാൽ 2, 3, 4 പ്രാവശ്യം ഈ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് മനഃപാഠമാകും. നമുക്ക് ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ് എത്രയോ ഫോൺ നമ്പർ നമ്മൾ ഓർത്തോണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വേറെ കാര്യങ്ങൾ ഓർക്കുന്നു, മറ്റതൊക്കെ ഓർക്കാനായിട്ട് സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സുറിയാനി പ്രാർത്ഥനകൾ ബൈഹാർട്ടായിരുന്നു. 7 നേരം നമ്മൾ നിസ്കരിച്ചിരുന്നു. ആ പ്രാർത്ഥനകൾ ബൈഹാർട്ടായിരുന്നു, കാണാപാഠം. ആ യാമപ്രാർത്ഥനകൾ വീടുകളിൽ ചൊല്ലിയിരുന്നു. അത് എടുത്തു മാറ്റി കൊന്ത സ്ഥാപിച്ചു. റംശയ്ക്ക് പകരം കൊന്തയും പിന്നെ കർത്താവിൻ്റെ മാലാഖിയായി. റംശ പ്രാർത്ഥനയും അതുപോലെ മറ്റ് യാമപ്രാർത്ഥനകളൊക്കെ ഇപ്പം വീണ്ടും അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിലേക്കൊക്കെ വീണ്ടും സുറിയാനിയിൽ തന്നെയും മലയാളത്തിൽ തന്നെയും ഈ റംശ പ്രാർത്ഥനയും അതുപോലെ 7 നിസ്കാര പ്രാർത്ഥനകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ മുൻപതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊന്തയായിട്ടും കുരിശിൻ്റെ വഴിയായിട്ടും കർത്താവിൻ്റെ മാലാഖിയായിട്ടും ഒക്കെ അതിനെ സ്ഥാപിച്ച് നമ്മുടെ പാരമ്പര്യങ്ങൾ എടുത്തു കളഞ്ഞു. ഈ ഒരു ഭ്രംശം പെസഹായ ആചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുളിപ്പുള്ള അപ്പമേത് പുളിപ്പില്ലാത്ത അപ്പമേത് എന്ന സംശയം ഉടലെടുക്കുകയും അതെന്നോട് ചോദിക്കുകയും ചെയ്തത്. എല്ലാം വികാരിയച്ഛനിലേക്ക് കേന്ദ്രീകരിക്കാനും വികാരിയച്ഛൻ സഭയുടെ വിശുദ്ധ പാരമ്പര്യം അട്ടിമറിക്കാനും ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പം നമ്മുടെ സീറോ മലബാർ സഭയിൽ സംഭവിക്കുന്നത്. നഖശികാന്തം എതിർക്കേണ്ട ഒരു പ്രവണതയാണിത്. എല്ലാം വികാരിയച്ഛനിലേക്ക് കേന്ദ്രീകരിക്കാനും വികാരിയച്ഛൻ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ അട്ടിമറിക്കാനും മാർപ്പാപ്പ തന്നെ ധിക്കരിച്ചുകൊണ്ട് അട്ടിമറിക്കാനും ശ്രമിക്കുക. മാത്രമല്ല, കുടുംബങ്ങളുടെ പ്രാധാന്യം സഭയിൽ നിന്ന് പോകുക, കുടുംബനാഥന്മാരുടെ പ്രാധാന്യം റദ്ദ് ചെയ്യുക. ഇത് കുടുംബനാഥന്മാർക്കൊക്കെ തോന്നണം, ഞങ്ങളുടെ പണം കൊണ്ടാണ് ഈ പള്ളി ഉണ്ടായത്, ഞങ്ങളുടെ പണം കൊടുത്തിട്ടാണ് അച്ഛനെ തീറ്റിപ്പോറ്റുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധികാരങ്ങളെ കവർച്ച ചെയ്യുന്ന അധികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചില പദവികളും അന്തസ്സുകളുമാണ്. അത് കവർച്ച ചെയ്യുന്ന പരിപാടി നടക്കില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം കുടുംബനാഥന്മാർക്കുണ്ടാകണം. അത് വിശ്വാസത്തിന് ചങ്കൂറ്റമാണ്. ആ നേരത്ത് വികാരിച്ചന് ശാപം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന് ശാപം ഉണ്ടാകും. വികാരിച്ചന് ശാപം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ പാരമ്പര്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ വികാരിച്ചനെ അനുവദിച്ചാൽ, മാർപ്പാപ്പയെ ധിക്കരിക്കാൻ നിങ്ങളെ വികാരിച്ചനെ അനുവദിച്ചാൽ നിങ്ങൾക്ക് ദൈവശാപം ഉണ്ടാകും. അത് ഉറപ്പാണ്. തോന്നിവാസം കാണിക്കുന്ന ഒരച്ഛൻ്റെ ശാപവും ഒരാൾക്കും ഏശില്ല. ദൈവത്തെ അനുസരിക്കാത്ത, സഭയെ അനുസരിക്കാത്ത, മാർപ്പാപ്പയെ അനുസരിക്കാത്ത അച്ഛനല്ല. ആ അച്ഛൻ്റെ ശാപം ഏൽക്കില്ല എന്തൊക്കെ പറഞ്ഞാലും. മറിച്ച് സഭയുടെ പാരമ്പര്യവും തിരുവചനങ്ങളുടെ പാരമ്പര്യവും നിങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്നാൽ, വികാരിച്ചനോടൊപ്പം കൂട്ടുനിന്നാൽ വികാരിച്ചൻ്റെ ശാപമല്ല ഉണ്ടാകുക, ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകും. ഞാൻ അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യത്തെ നമ്മൾ
റദ്ദ് ചെയ്ത് നമ്മുടെ തനത് പാരമ്പര്യത്തെ ഇല്ലാതാക്കിയാൽ നമ്മുടെ സഭയുടെ അസ്തിത്വം തന്നെ ഇല്ലാണ്ടാവും. നമ്മുടെ വേര് അറക്കുകയാണ്. അത് സമ്മതിക്കരുത്. വിശ്വാസത്തിന്റെ വേര് അറക്കാൻ സമ്മതിക്കരുത്. വിശ്വാസം ജീവിക്കുന്ന രീതിയാണ് വിശുദ്ധ പാരമ്പര്യം. അത് വെറും പഴമയല്ല. വേരുണ്ടെങ്കിൽ ഇല്ലേ, വേരുണ്ടെങ്കിലേ കായുള്ളൂ. നമ്മുടെ വേരാണ് തിരുവചനവും വിശുദ്ധ പാരമ്പര്യവും. അപ്പൊ ഈ വേരിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പഴയതിലേക്ക് പോകുക എന്നാണ് അർത്ഥം? അല്ല, ശരിയായ വേര് ഉറക്കുക എന്നാണ്. അപ്പൊ ഞാനൊന്ന് ഈ കാര്യത്തിലേക്ക് വരികയാണ്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയാ. മാർത്തോമ നസ്രാണികളുടെ അവരുടെ മാത്രം തനത് ആചാരമാണ് വീടുകളിലെ പെസഹ ആചരണം. എന്ന് വെച്ചാൽ മറ്റൊരു സഭയിലും ഇല്ലാത്തത്. അതിനാൽ തന്നെ നമ്മുടെ തനത് അസ്തിത്വത്തിന്റെ, അന്തസ്സിന്റെ, സ്വത്വബോധത്തിന്റെ പര്യായമാണിത്. എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കണം. ഇതിന്റെ ആചാരങ്ങൾ ചെറിയ തോതിലുള്ള ആചാരങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും മുഖ്യമായ കാര്യങ്ങളൊന്നും തന്നെ വ്യത്യാസങ്ങളില്ല. പള്ളിയിൽ നടക്കുന്നത് ഈശോയുടെ പുതിയ പെസഹയുടെ ആചരണമാണ്. കൂദാശ, ഈശോ സ്ഥാപിച്ച പുതിയ പെസഹയുടെ ആചരണമാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ കൂദാശ. അതിന് ഉപയോഗിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞ മൽക്കയാണ്. അതേക്കുറിച്ച് വിശദമായിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നടക്കുന്നത് യഹൂദ പെസഹയുടെ അനുസ്മരണമാണ്. പള്ളിയിൽ നടക്കുന്നത് ഈശോ സ്ഥാപിച്ച ഈശോയുടെ പുതിയ പെസഹായുടെ സ്ഥാപനമായ വിശുദ്ധ കുർബാനയാണ്, കൂദാശയാണ്. വീട്ടിൽ നടക്കുന്നത് യഹൂദ പെസഹായെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആചരണമാണ്. പെസഹ വ്യാഴാഴ്ച രാത്രിയിലെ പെസഹ ഭക്ഷണം വീട്ടിലേക്ക്, പള്ളിയിലെ കാര്യമല്ല ഞാൻ പറയണേ. യഹൂദ പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ഈ നസ്രാണി കുടുംബങ്ങളിൽ ഈ പെസഹ ആചരണം വീടുകൾ വെച്ച് നടത്തിയിരുന്നത്. അതിലേക്ക് ചില ഭാരതീയ തദ്ദേശീയ ആചാരങ്ങൾ ചേർത്തിട്ടുണ്ട്, നമ്മൾ ഈ സാംസ്കാരിക അനുരൂപണം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബത്തിലെ പെസഹ ആചരണമാണ് നമ്മൾ പറയുന്ന യഹൂദ പെസഹായുടെ അനുസ്മരണം. പള്ളിയിലേത് യഹൂദ പെസഹായുടെ ചില ഘടകങ്ങളുണ്ടെങ്കിലും അതല്ല, പുതിയ പെസഹയാണ്. ഞാൻ ഇന്നലെ അത് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് പിന്നെയും പോകുന്നില്ല. ഈ യഹൂദ പെസഹാക്ക് നമ്മൾ ക്രൈസ്തവവൽക്കരിച്ചിട്ടുണ്ട് ചില ഘടകങ്ങൾ. അതിലൊന്നാണ് ഇൻട്രിയപ്പം, ഇൻഡറിയപ്പം, കുരിശപ്പം എന്നൊക്കെ പെസഹ ഇല്ലേ, കുരിശപ്പം എന്നൊക്കെ പറയും. ആ അപ്പവും പെസഹ പാലെന്ന് പറയും. തേങ്ങാപ്പാൽ കൊണ്ടും ഇച്ചിരി മധുരം ചേർത്തിട്ട് ചിലപ്പോൾ അത് മധുര പായസം പോലെയാക്കും. തേങ്ങാപ്പാൽ അതാണ് തയ്യാറാക്കുന്നത്. മിച്ചം വരാതെ കഴിക്കാവുന്ന തരത്തിലാണ് ചെയ്യുക. ഇനി മിച്ചം വന്നാൽ കുടുംബാംഗങ്ങൾ തന്നെ പിറ്റേ ദിവസം അത് ഭക്ഷിക്കണമെന്നാണ്. അങ്ങനെ ഭക്ഷിക്കുന്നത് പീഡാനുഭവ വെള്ളിയുടെ ഉപവാസ ലംഘനമായി കണക്കാക്കാറില്ല. ഇൻട്രി INRI അത് ലത്തീൻ വാക്കല്ലേ? അത് നസ്രാണിയിൽ എങ്ങനെ എത്തി? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ മുമ്പ് നൽകിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി കാണേണ്ടി വരും. അപ്പോഴാണ് ഇൻട്രി എന്ന വാക്ക്, ലത്തീൻ വാക്ക് എങ്ങനെയാണ് സുറിയാനി കത്തോലിക്കരുടെ ഇടയിലേക്ക് വന്നത്, ആ സംഗതി അത് നിങ്ങൾ ആ വീഡിയോ കാണുക. ഇൻട്രി എന്ന് പറഞ്ഞാൽ കുരിശിന് മുകളിൽ എഴുതിയിരിക്കുന്ന INRI, ഇൻട്രി. യേസുസ് നസ്രൈനസ് റെക്സ് യുദയോരും, യൂതന്മാരുടെ ഇല്ല, നസ്രായക്കാരൻ ഈശോ യൂതന്മാരുടെ രാജാവ്. നസ്രാണികളായ ക്രിസ്ത്യാനികൾ യൂതന്മാരായ നസ്രായക്കാരൻ ഈശോ, യൂതന്മാരുടെ രാജാവ് നസ്രായക്കാരൻ ഈശോ എന്ന് കുരിശ് വരച്ചിട്ടാണ് ഉറങ്ങാൻ പോവുക. അത്രയും ഇൻട്രി നമ്മുടെ എനിക്ക് ഇങ്ങനെ ആഴത്തിൽ വേരൂന്നിരിക്കുന്ന സംഗതിയാണ്. ഈ പെസഹ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറയാൻ വരികയാണ്. പെസഹ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈശോയുടെ ഗെത്സമേനിലെ പ്രാർത്ഥന, രക്തം വിയർക്കൽ, ദൈവഹിതത്തിന് വിധേയപ്പെടൽ, അറസ്റ്റ് എന്നിവയെക്കുറിച്ചുള്ള വേദവായന, ധ്യാനം, പിന്നെ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം. അങ്ങനെ രാത്രി മുഴുവൻ കർത്താവ് അന്ന് രാത്രി ഉറങ്ങിയില്ലല്ലോ, അതുപോലെ നമ്മൾ ഉറങ്ങാതെ പ്രാർത്ഥനയിൽ യോജിച്ച്, തിരുവചനത്തിൽ യോജിച്ച് കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, അങ്ങനെയാണ് ആ രാത്രി മുഴുവൻ. പള്ളിയിൽ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് മൽക്കയുള്ള ബുക്ര എന്ന് പറയുന്ന തിരുവോസ്തിയാണ്. സുറിയാനി സഭയിലെ കാര്യം ഞാൻ പറയണേ. പള്ളിയിൽ ഉപയോഗിക്കുന്നത് മൽക്ക എന്ന പുളിപ്പ്, മൽക്ക എന്ന വാക്കിനർത്ഥം രാജാവ് എന്നാണ്. ആ പുളിപ്പ് ചേർത്ത ബുക്ര എന്ന് പറയുന്ന തിരുവോസ്തിയാണ്. വീടുകളിൽ ഉപയോഗിക്കുന്നത് യഹൂദ പെസഹായുടെ അനുസ്മരണമായതിനാൽ പുളിപ്പില്ലാത്ത അപ്പമാണ്. പള്ളിയിൽ ഉപയോഗിക്കുന്നത് മൽക്കയുള്ള പുളിപ്പുള്ള അപ്പമാണെങ്കിൽ, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. മൽക്കയാണെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. കാരണം യഹൂദ പെസഹയുടെ ആചരണമാണ് വീടുകളിൽ. പള്ളിയിൽ ഈശോയാകുന്ന പുതിയ പെസഹയുടെ ആചരണമാണ്. ഈശോയാണ് ദൈവരാജ്യത്തിൻ്റെ പുളിപ്പ്. പുതിയ പാത്രങ്ങൾ, അക്കൊല്ലം വാങ്ങിച്ച പാത്രങ്ങളോ അല്ലെങ്കിൽ പുതിയ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക. പെസഹായ്ക്ക് മാത്രമായിട്ട് ചില പാത്രങ്ങൾ ചില വീടുകളുണ്ടാകും.
വിവിധ ഇനം പഴവർഗ്ഗങ്ങളും അന്ന് കഴിക്കും. ഇപ്പോഴും ചില കന്യാസ്ത്രീ മഠങ്ങളിൽ ആ പാരമ്പര്യമുണ്ട്. കർമ്മലത്തെ കന്യാസ്ത്രീ മഠത്തിലേക്ക് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പള്ളിയിലാണ് പെസഹയുടെ കർമ്മങ്ങൾ വൈകിട്ട് റംശയോട് കൂടിയാണ് മിക്കപ്പോഴും നമ്മുടെ പള്ളിയിലെ കർമ്മങ്ങളൊക്കെ. രാവിലെയുള്ള കർമ്മങ്ങൾ തിരുവുത്ഥാനത്തിനൊക്കെ ഉണ്ട്, പക്ഷെ പെസഹായ്ക്കും ഇതിനൊക്കെ സന്ധ്യയ്ക്കാണ് കർമ്മങ്ങൾ. അപ്പോൾ പള്ളിയിൽ പെസഹയുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. അപ്പോഴാണ് ഈ പെസഹായ അപ്പം, അതായത് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുന്നത്. പള്ളിയിൽ പുളിപ്പുള്ള അപ്പമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പല പ്രാവശ്യം. കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെയോ നേതൃത്വത്തിലാണ് പെസഹ ഭക്ഷണം പാചകം ചെയ്യുക. അതിനു മുമ്പ് തന്നെ അടുക്കളയും മറ്റ് പരിസരമൊക്കെ നന്നായി വൃത്തിയാക്കും. കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഈ അപ്പം തയ്യാറാക്കുക. നിലത്ത് വിരിച്ചിരിക്കുന്ന പായയിൽ മുട്ടുകുത്തി നിന്ന് പലരും ഈ അപ്പവും പാലും തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം തളം കെട്ടി നിൽക്കുകയാണ്. അതായത് അനാവശ്യമായ സംസാരങ്ങളൊന്നുമില്ല. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് പേരെല്ലാം ബൈബിൾ വായിക്കുന്നു, തിരുവചനം വായിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അടുക്കളയിൽ കുടുംബനാഥനും കുടുംബനാഥയും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലരൊക്കെ ചേർന്ന് ഈ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഈ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുരിശപ്പം ഉണ്ടാക്കുന്നു. 2 വാഴയില മടക്കിയിട്ട് അത് ഇൻട്രിയപ്പം ഉണ്ടാക്കി വെക്കും. അതിന് ചുറ്റും മറ്റ് അപ്പങ്ങളും. ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിലും പാലിലും ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോല ഉപയോഗിച്ച് കുരിശാകൃതി ഉണ്ടാക്കി വെക്കുന്നു. അതുകൊണ്ടാണ് കുരിശപ്പം എന്ന് പേര് വന്നത്. കുരുത്തോല എന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു കഴിഞ്ഞു. ഇല്ലേ, ഫോയിനിക്സ് എന്നാണ് അതിന് ഗ്രീക്ക് വാക്കെന്നും അതൊരു മിത്തിക്കൽ പക്ഷിയുടെ പേരാണെന്നും അത് ഒരെണ്ണേ ഉള്ളൂ, അത് മരിച്ച് അതിന് ചെതിൽ ഉയർത്തെഴുന്നേൽക്കുന്നു, അതുകൊണ്ട് കർത്താവിന് തിരുവുത്ഥാനത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ വാക്കിനർത്ഥം കുരുത്തോല എന്നൊരു ഫീനിക്സ് വാക്കിനർത്ഥം കുരുത്തോല എന്നാണ്, ഈന്തപ്പനയോല. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിൽ ഈന്തപ്പനയോല ഉപയോഗിക്കുന്നവർ വെളിപാട് പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ അന്ന് ഓശാനേഴ്സ് വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോല അതൊരു കുരിശാക്കുമ്പോൾ മലങ്കര കുരിശ് പോലെയാണ് ചെയ്തിരുന്നത്. അത് മലങ്കര കുരിശെന്ന് പറഞ്ഞാൽ ഈ കുരിശിൻ്റെ നടുക്കൊരു വെട്ട്, പിന്നെ മുകളിലൊരു വെട്ട്, അതായത് INRI എന്ന് എഴുതണ അതുകൊണ്ടാണ് ഇൻട്രി എന്ന് പറയുന്നത്. കുരിശിന് T ആകൃതി അല്ല, അതിൻ്റെ മുകളിൽ INRI എഴുതുന്ന, അപ്പോൾ അതിന് മലങ്കര കുരിശെന്ന് പറയുക. മലങ്കര എന്ന് വെച്ചാൽ മലങ്കര സഭയുടെ അല്ല, മലബാറുകാരുടെ. അത് കേരളത്തിൻ്റെ കുരിശ്, ഭാരതീയ കുരിശ്, മാർത്തോമസ് ലീവ അല്ല വെക്കണമെന്ന് അർത്ഥം. അപ്പോൾ ഈ മലങ്കര കുരിശിൻ്റെ, അതുകൊണ്ടാണ് ഇതിന് കുരിശപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിലും പാലിലും ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോൽ ഉപയോഗിച്ച കുരിശാകൃതിയിൽ, ഈ മലങ്കര കുരിശാകൃതിയിൽ ഉണ്ടാക്കി വെക്കുന്നു. മാമോദിസ സ്വീകരിക്കാത്തവർക്ക് ഈ അപ്പത്തിൽ കൊടുക്കില്ല. കുരിശാകൃതി വെക്കാത്ത അപ്പത്തിൽ അവർക്ക് ഭക്ഷിക്കാം, ഇതൊന്നും കൊടുക്കാറില്ല. മാമോദിസ സ്വീകരിച്ചാൽ ഇതൊന്നും കഴിക്കാൻ പറ്റുമെന്നാണ് ഒരു പാരമ്പര്യം. അരിയും ഉഴുന്നും ചേർത്ത് വട്ടയപ്പം പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുക്കുന്ന ഇല്ലേ, വട്ടയപ്പം എന്നൊക്കെ പറയില്ലോ, അതിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ഈ പറഞ്ഞ ഇൻട്രിയപ്പം അല്ലെങ്കിൽ ഇണ്ടറിയപ്പം അല്ലെങ്കിൽ കുരിശപ്പം എന്നൊക്കെ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ മധ്യകേരളത്തിൽ പ്രത്യേകിച്ചും ഇൻട്രിയപ്പം എന്ന് പറഞ്ഞാൽ കൽത്തപ്പമാണ് ഉപയോഗിക്കുന്നത്. കൽത്തപ്പം അല്ലെങ്കിൽ നഖത്തിൻ്റെ കൽത്തപ്പം എന്നും പറയും. ഹീബ്രു അരാമിയ ഭാഷയിൽ അഖിലി എന്നൊക്കെ പറഞ്ഞാൽ പൊരിക്കുക, വറക്കുക എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഖൽത്ത് എന്ന വാക്ക് വരുന്നത്. അതിനോട് അപ്പം ചേർക്കുമ്പോൾ കൽത്തപ്പം അല്ലെങ്കിൽ ഖൽത്തപ്പം, പൊരിച്ചെടുക്കുന്ന വറുത്തെടുക്കുന്ന അപ്പം എന്നാണ് അർത്ഥം. അപ്പോൾ അരിയും ഉഴുന്നും തേങ്ങയും വെളുത്തുള്ളിയും ചുക്കും മേലയ്ക്കൊക്കെ ചേർത്താണ് അപ്പം ഉണ്ടാക്കുന്നത്. അടുപ്പിലും അല്ലേ തീയുണ്ടാവും, ഈ അപ്പത്തിൻ്റെ മുകളിലും തീയിടും. അങ്ങനെയാണ് ഈ വറുത്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊരിച്ചെടുക്കുകയാണ്, അതുകൊണ്ടാണ് അതിനെ കൽത്തപ്പം എന്ന് പറയുന്നത്. കൽത്തെന്ന വാക്കും ഗൽപ്പ് അല്ലേ, ഗൽത്തപ്പം എന്ന് പറയുന്നു. അത് രണ്ടും അരാമിയ വാക്കാണ്, അല്ലെങ്കിൽ സുറിയാനി വാക്കാണ്, ഹീബ്രു വാക്കാണ്, മലയാളം വാക്കല്ല. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർന്ന മധുരപായസമോ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലും ഓശാന ഞായറാഴ്ചത്തെ കുരുത്തോല വെഞ്ചരിച്ച് കുരുത്തോല മുറിച്ച് കുരിശാകൃതിയിൽ, മലങ്കര കുരിശാകൃതിയിൽ വെക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പെസഹായപ്പം എന്ന് പറഞ്ഞ ഈ കുരിശപ്പം അല്ലെങ്കിൽ ഇൻട്രിയപ്പം അല്ലെങ്കിൽ കൽത്തപ്പം പങ്കുവെച്ച് കൊടുക്കുന്നത് കുടുംബനാഥനാണ്. കുടുംബനാഥൻ ഇല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന പുരുഷൻ, എല്ലാവരും നമ്മൾ നിലത്താണ് ഇരിക്കുക. ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഡൈനിങ് ടേബിളൊന്നും ഇല്ല, നിലത്ത് പായിട്ട് മുട്ടുകുത്തി കുരിശ് വരച്ച്, എന്നിട്ട് ഈ കുരിശാകൃതിയുള്ള അപ്പം എടുത്തിട്ട് 13 മുറിക്കും. 13 അത് സ്ലീഹന്മാർ 12 പേരും കർത്താവും ഉള്ളതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പെസഹായുടെ ചില ഘടകങ്ങൾ അന്ത്യത്താഴത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് 13 കഷ്ണമാക്കും. 13 കഷ്ണമാക്കിയിട്ട് 13 പേരില്ലെങ്കിൽ ഒരാൾ 2 കഷ്ണമൊക്കെ കഴിക്കുന്നു, പക്ഷെ 13 കഷ്ണമായിട്ടാണ് അത് മുറിക്കുന്നത്. ആ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ
ഒരു വർഷത്തേക്ക് പെസകായപ്പം ഉണ്ടാക്കാറില്ല. ഈ കുരിശപ്പം അല്ലെങ്കിൽ ഇൻട്രിയപ്പം ഉണ്ടാക്കില്ല. ആ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഉണ്ടാക്കില്ല. അകന്ന ബന്ധുക്കളുടെ മരണമല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു വർഷത്തേക്കാണ് ഈ പുല. എത്ര വർഷത്തേക്കാണെന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ ഇത് ഉത്തരം പറയുന്നത്. അതിൽ എത്ര തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്നോ ഇല്ലയോ, അതാണ് മാനദണ്ഡം. ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏത് തലമുറയാണെങ്കിലും അങ്ങനെയാണ്, മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ആ വീട്ടിൽ പെസകായപ്പം ഉണ്ടാക്കില്ല. അവർക്ക് അടുത്തുള്ള ബന്ധുവീടുകളിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ പെസകായപ്പം കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ആ അപ്പം കഴിക്കുകയും ചെയ്യുന്നു. തലേ വർഷം തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നവരെ ഓർക്കുകയാണ്, ആദരിക്കുകയാണ്. അതിലൂടെ പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ചുള്ള ആ വിശ്വാസത്തിന് അടിവര ഇടുകയാണ്. മരിച്ചവരെന്ന് മരിച്ചിട്ടില്ല, അവർക്ക് ജീവിച്ചിരിക്കുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളൊക്കെ വിചാരിക്കുന്ന പോലെ അവർ അവസാനത്തെ ഉയർപ്പ് ദിവസം വരെ നിദ്ര പ്രാപിച്ചിരിക്കുകയല്ല. വിശുദ്ധരുടെ പ്രാർത്ഥനകളുമായിട്ട് സ്വർഗത്തിലുള്ള കാര്യമൊക്കെ നമ്മൾ എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചുരുക്കത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ആണ് പെസക ആചരണം നടക്കുന്നത് എന്നാണ്. അയൽപ്പക്കത്ത് മറ്റ് മതസ്ഥരുണ്ടെങ്കിൽ അവർക്ക് ഈ അപ്പം കൊണ്ട് കൊടുക്കും. പക്ഷെ കുരിശുള്ള അപ്പം കൊടുക്കില്ല. കുരിശുള്ള അപ്പം ആ വീട്ടിലുള്ളവർക്കും ആവശ്യം മുങ്ങിയവർക്ക് മാത്രമാണ്. മറ്റ് അപ്പങ്ങളും പഴങ്ങളും എല്ലാം കൊടുക്കും. ആരും അന്ന് പട്ടിണി കിടക്കാൻ പാടില്ലെന്നാണ്. അയൽപ്പക്കക്കാരോടും അതിലൂടെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇപ്പം നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ. നമ്മൾ വർഗീയമായിട്ട് വല്ലാതെ ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ സമുദായം. അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഹൃദയടുപ്പവും അയൽക്കാരുമുള്ള അടുപ്പം പോലെയൊക്കെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്? തോമാസ് ലീഗ യഹൂദനായിരുന്നു, യഹൂദ ക്രിസ്ത്യാനിയാണ്. ആ യഹൂദ ക്രിസ്ത്യാനിയായ തോമാസ് ലീഗയിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു കുടുംബ പാരമ്പര്യമാണ് ഈ നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ തോമാസ് ലീഗ കേരളത്തിൽ വന്നു, ഇന്ത്യയിൽ വന്നു എന്നതിന്റെ വലിയൊരു വിശുദ്ധ പാരമ്പര്യ തെളിവ് കൂടിയാണ് ഈ പെസക ആചരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബനാഥന്മാർ ഇത് ഒരു കാരണവശാലും നിങ്ങളുടെ അവകാശം വിട്ടുകളയരുത്. ഏത് വികാരിച്ചൻ പറഞ്ഞാലും മെത്രാൻ പറഞ്ഞാലും മെത്രാന്മാരനും വികാരിച്ചന്മാരനും പറയണം, ഇതല്ല, ഇത് ഈ സഭയുടെ പാരമ്പര്യം, ഇതാണ് വിശുദ്ധ പാരമ്പര്യമാണ്, ഇത് തോമാസിന് ഞങ്ങൾക്ക് പകർന്നു തന്നതാണ്. അതുകൊണ്ട് ഇതിൽ കൈവയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളിതിൽ കൈവച്ചാൽ നിങ്ങൾ ഈ സഭയുടെ മെത്രാന്മാരല്ല, ഈ സഭയുടെ അച്ഛന്മാരല്ല. സൗമ്യമായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ പറയുന്ന പോലെ പറയണ്ട കേട്ടോ. സൗമ്യമായിട്ട് ശാന്തമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ യഹൂദരാണ് തോമാസ് ലീഗ ആദ്യം മാമോദിസ സ്വീകരിച്ചതെന്നും ആദ്യത്തെ ക്രിസ്തീയ സമുദായം യഹൂദ സമുദായത്തിൽ നമ്മൾ ആയിരുന്നെന്നും അവരിൽ നിന്നാണ് മറ്റുള്ള സമുദായങ്ങളിലേക്കൊക്കെ ക്രിസ്തീയ സമുദായം വളർന്നത് ഒന്നൊക്കെ വളരെ ശക്തമായ പാരമ്പര്യം വിളിച്ചോതുകയാണ് ഈ കുടുംബ പാരമ്പര്യം. യഹൂദ പെസകായും നസ്രാണികളുടെ വീട്ടിലെ പെസക ആചരണം തമ്മിൽ പല കാര്യങ്ങളും സാമ്യമുണ്ട്. ഈ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. പുളിപ്പില്ലാത്ത അപ്പമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പമാണ് സുറിയാനിക്കാർ ഉപയോഗിക്കുക. പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മൾ വീട്ടിലെ പെസക ആചരണത്തിൽ ഉപയോഗിക്കുന്നത്. അത് യഹൂദരുടെ പുളിപ്പില്ലാത്ത അപ്പവുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പിന്നെ പുതിയ പാത്രങ്ങൾ ഉപയോഗിച്ചാണ് യഹൂദന്മാർ ഈ അവരുടെ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയിരുന്നത്. നമ്മളങ്ങനെ തന്നെയാണ്. അപ്പം മുറിക്കൽ എന്ന ശുശ്രൂഷ തന്നെ കുടുംബനാഥൻ ചെയ്തിരുന്നതാണ്. അപ്പം മുറിക്കൽ കുർബാനയ്ക്ക്, പിന്നീട് ആ വാക്ക് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് വേറെ. കുടുംബങ്ങളിലെ അപ്പം മുറിക്കൽ അത് ഗൃഹനാഥൻ, കുടുംബനാഥനെ ചെയ്തിരുന്നേ. യഹൂദ പെസകായാലും നസ്രാണികളുടെ പെസകായാലും. പിന്നെ മധുരപാനീയം അവർക്കുണ്ടായിരുന്നു, നമുക്കുണ്ട്. അവർക്ക് കൈപ്പുള്ള സസ്യങ്ങളുണ്ടായിരുന്നു, നമുക്കുണ്ട്. പിന്നെ പ്രത്യേക സ്തുതിഗീതങ്ങൾ, സങ്കീർത്തനങ്ങളിൽ പാടുന്ന പതിവ് യഹൂദന്മാർക്കുണ്ട്, നസ്രാണികൾക്കുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പെസകായുമായി ബന്ധപ്പെട്ട് ധർമ്മദാനം, അതായത് കുറേ പൈസ നമ്മൾ ദരിദ്രർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പങ്കുവെക്കുന്നു. ഇങ്ങനെയുള്ള 6-7 ഘടകങ്ങൾ യഹൂദ പെസകായും ഇല്ലേ പെസകായുടെ ഇത്ര ഇരിക്കുമ്പോൾ നീ ചെയ്യാനെനിക്ക് വേഗം ചെയ്യാമെന്ന് യൂദാസിനോട് പറയുമ്പോൾ മറ്റ് സ്ലീഹന്മാർ വിചാരിച്ചത് പെസകായുമായി ബന്ധപ്പെട്ട് ദരിദ്രർക്ക് വല്ല വാങ്ങിച്ചു കൊടുക്കാനും പറഞ്ഞതെന്നാണ്. അത് പെസകായുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഈ പെസകായും ഈസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധർമ്മദാനം ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില ആചാരങ്ങളാണ്. കുടുംബത്തിൽ ഈ ആചാരം പള്ളിയിലേക്ക് മാറ്റിയാൽ അത് വലിയ വിശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കുർബാനയിൽ ഉപയോഗിക്കുന്നത് മൽക്ക ചേർത്ത ബുക്രയാണെന്ന് ഇല്ലേ, ആ സത്യത്തിന് ഇടിച്ചിൽ തട്ടും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, പുളിപ്പില്ലാത്ത അപ്പവും പുളിപ്പുള്ള അപ്പവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയില്ല.
കുർബാനയും പെസഹായ അപ്പവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാതെ പോകുമെന്നർത്ഥം. അതുകൊണ്ടാണ് ഇന്നലെ ചിലർ ഞാൻ കുർബാനയിലെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കേണ്ടത് പുളിപ്പുള്ളതാണോ പുളിപ്പില്ലാത്തതാണോ എന്ന് ചോദിക്കാൻ കാരണമായത്, ചില പള്ളികളിലെങ്കിലും കുടുംബത്തിലെ പെസഹായ ആചരണം മാറ്റി പള്ളിയിലേക്ക് മാറ്റി. അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഏത് അപ്പം ഉണ്ടാക്കണം? കുർബാനയ്ക്കുള്ള ഓസ്തിയാണെങ്കിൽ പുളിപ്പുള്ളത്, വീട്ടിലെ പെസഹായ ആചരണത്തിനാണെങ്കിൽ പുളിപ്പില്ലാത്തത്. വളരെ കൃത്യമാണ്. പക്ഷെ ഇതെല്ലാം കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ ആകെ കൺഫ്യൂഷൻ ആകും. കാര്യം ക്ലിയർ ആയോ? പിന്നെ കുടുംബമാണ് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യത്തെ പള്ളിക്കൂടമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യം വിസ്മരിക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ സമുദായത്തിന് തന്നെ, സമുദായം എന്ന് വെച്ചാൽ ക്രിസ്ത്യ സമുദായവും നസ്രാണി സമുദായം മാത്രമല്ല, മനുഷ്യ സമുദായത്തിന് തന്നെ അതിൻ്റെ വേര് തന്നെ അറുത്ത് കളയും. കുടുംബമാണ് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അടിത്തറ. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ ആവർത്തിക്കട്ടെ, വികാരിയച്ഛനെ ആശ്രയിച്ചല്ല, തിരുവചനത്തെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും ആശ്രയിച്ചാണ്, അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കേണ്ടതും കൈമാറേണ്ടതും. ഇത് ഒരു കാരണവശാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുമെന്നും നിങ്ങൾക്ക് പരിചയമുള്ള വൈദികരിലേക്കും മെത്രാന്മാരിലേക്കും എത്തിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു, വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.